ഹലോ. ആ സന്ദീപേ. ഞാൻ കുറെ സമയമായി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നു. അനക്ക് വരാൻ പറ്റിയിട്ടില്ല. അനക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടേനു അന്ന് കല്യാണം കഴിഞ്ഞവരെ. ആ അതുകൊണ്ട് അവര് പറയാണ്ട് പെട്ടെന്ന് വന്നതാ. അതുകൊണ്ട് ആ തിരക്കില് വെപ്രാളത്തിലത് ഞാൻ മറന്നുപോയി. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാനും പറ്റിയില്ല. അത് ഞാൻ കുറെ നേരം വിളിച്ചോക്കി, റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ശരിക്കും എന്നെ പറ്റിച്ചു. അയ്യോ പറ്റിക്കൊന്നുമില്ല, പക്ഷേ എനിക്ക് ശരിക്കും ഓർമ്മയില്ലായിട്ടാണ്. ഞാൻ രാവിലെ വന്നിട്ട് ഇവിടെ ഇപ്പം ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തേനും ഉള്ളേ. അയ്യോ അതാ. അതെ, ഇവിടുന്ന് അവിടത്തേക്ക് കുറെ ദൂരം ഉണ്ടല്ലേ? തോട്ടുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് വന്നാലോ? അയ്യോ ഇങ്ങോട്ട് വരണ്ട, കുറച്ച് ദൂരം ഉണ്ട്. എന്നാ പിന്നെ ഇന്ന് ഇങ്ങോട്ട് വരും. എന്നാല് ഉച്ചയ്ക്ക് ശേഷം വരാൻ പറ്റുമോ? അല്ല ഇപ്പൊ വരാൻ പറ്റുമെന്ന് ചോദിച്ചാല് അല്ല, അവരൊക്കെ പോയായിരിക്കൂലേ? അവരെല്ലാം പോയി. അതുകൊണ്ടാണല്ലോ ഞാൻ ഫോൺ എടുത്ത് നോക്കി. അപ്പം വിളിച്ചിട്ട് കണ്ട്. അത് ഇപ്പം വരാൻ പറ്റും. ഞാൻ രാവിലെ വലിയ പ്രതീക്ഷയോടുകൂടി വന്നതാ. അല്ല ഇപ്പം വരാൻ പറ്റുമെന്ന് ചോദിച്ചാല് ഇപ്പൊ മോന് സ്കൂൾ വിട്ടിട്ട് വരും. പിന്നെ ലേറ്റ് ആയില്ലേ. നാളെ വന്നാ മതിയാ? ഞാൻ രാവിലെ 9 മണി മുതൽ ഞാനിവിടെ എത്തി. അയ്യോ മുഷിച്ചലായല്ലേ. അപ്പൊ തിരിച്ചു പോയിക്കൂടായിരുന്നോ? എല്ലാ കിട്ടണമെന്ന് ഫോണ് വിളിച്ചിട്ടെടുക്കാണ്ട് ഞാൻ ചിലപ്പോ വരുന്നതാണെങ്കിലോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത. അല്ല ഫോൺ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല, റിങ് ചെയ്തെന്ന്. തിരക്കല്ലേ, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവര് പറയാണ്ടാന്ന് വന്നത്. അത് ശരി. ഇനിയിപ്പോ നാളേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്ന് കാണാലോ എന്നുള്ള പ്രതീക്ഷയും വെച്ച് വന്നതേ. അപ്പൊ നാളെ വന്നാ ശരിയാവില്ല. ഞാൻ നാളെ രാവിലെ വരാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പം നാളെ രാവിലെ ഇനിയിപ്പം വേറെ വഴിയൊന്നുമില്ലല്ലോ. നാളെ അല്ല ഇനി വീട്ടിലോട്ട് പോകുന്നില്ലേ? അല്ല, നിങ്ങളോട്ട് വരികയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ പോകും. വല്ല വീട്ടിൽ പോണ്ടേ? അല്ല വരാനാ ഞാൻ പറഞ്ഞില്ലേ, സന്ധ്യാകാനായില്ലേ. ഇനിയിപ്പൊ മോനും സ്കൂള് വിട്ട് വരും. പിന്നെ അതാണ് പ്രശ്നം. വീട്ടിലോട്ട് നീ വന്നാല് അത് വേണ്ടല്ലേ? അല്ല വീട്ടോട്ട് വന്നാല് നിങ്ങള് സംസാരിക്കാൻ എന്നെ കാണാനല്ലേ? ഇനിയിപ്പോ മോനൊക്കെ ഉണ്ടോ അവരെ വീട്ടില്? അല്ല ജസ്റ്റ് കാണാനാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അത് വേണ്ട. ഇനി അവിടുന്ന് നേരം ആരെങ്കിലൊക്കെ പരിചയക്കാരൊക്കെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാ. കുറച്ച് നേരത്തെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ അങ്ങോട്ട് വന്നേനെ. ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഫോണൊന്നും നോക്കണ്ട ഇതിലൊന്നും ഇല്ലേ. ഇപ്പൊ മറന്നുപോയില്ലേനു ഞാൻ വിളിച്ചും പറഞ്ഞൊക്കെ? അല്ല പെട്ടെന്ന് അവരെല്ലാം കണ്ടപ്പോ ഞാൻ മറന്നുപോയി ശരിക്കും. അല്ല, അപ്പൊ നാളെ നീ വരുന്നുള്ളൊരു ഉറപ്പാ? നാളെ ഞാന് മോൻ പോയി കഴിഞ്ഞാല് ഞാൻ വരാം. എന്നിട്ട് ഇവിടെ തലശ്ശേരി നമുക്ക് അധികം ആളൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് സംസാരിക്കാൻ പറ്റുമോ? അല്ല ആളില്ലാതെ സ്ഥലം തന്നെ വേണം. അല്ല, നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കും. ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കൂലേ? അതിന് ഇല്ലാതെ ആക്കാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. അല്ല ശ്രദ്ധിച്ചാലെന്നാ? എന്താ? അല്ല ശ്രദ്ധിച്ചാലെന്നാ? അല്ല, ഒന്നുമില്ല. സംസാരിക്കുന്നതല്ലേ. അല്ല അങ്ങനെയല്ല. നമുക്ക് ആ കോടതിന്റെ ഭാഗത്തില്ലേ, അവിടെ ഇല്ലേ ഒരു പാർക്ക് പോലെ? ഇപ്പൊ അവിടെ പോയാലും അവിടെയാണെങ്കിൽ പ്രശ്നമില്ല. അല്ല, അവിടെയാകുമ്പോ അങ്ങനെ സംസാരിക്കാലോ. അങ്ങനെ ഒരുപാട് ആളൊന്നും ഇല്ലല്ലോ. കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അല്ല എന്നാ ഇത്ര സംസാരിക്കാനുള്ളത്? സംസാരിക്കാൻ എന്തായിരിക്കും എന്നുള്ള നിനക്ക് ഊഹിച്ചൂടെ? അല്ല എന്നെ പരിചയപ്പെട്ടല്ലോ അല്ലേ? എന്നെ കണ്ടിട്ടില്ലാന്ന്. കണ്ടല്ലോ, ഞാനല്ലേ കാണാത്തത്. ഞാൻ കണ്ടിന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. നമുക്ക്
ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനും കൂടിയും ഒക്കെയാണ്. ഓ അങ്ങനെ നേരിട്ട് കണ്ടിട്ട് ഒന്ന് പരിചയപ്പെടാലോ അല്ലേ? ഉം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ ആ അങ്ങനെ. അങ്ങനെയാവുമ്പോ പിന്നെ നിങ്ങള് ഞാനൊന്ന് കാണട്ടെ. ഏഹ് അല്ല ഞാനൊന്ന് കാണട്ടെ. ആളെങ്ങനെയാന്ന് അറിയണ്ടേ? അതെന്താ ഞാൻ പറഞ്ഞു, ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിൽ DP നോക്കിയിട്ടില്ല. അല്ല അതൊന്നും നോക്കണ്ടേ ഇതില്ലേ അതൊന്ന് ടൈമില്ലേ? നോക്കിക്കൂടെ? ആ അതിപ്പോ ആരായാലും ഒന്ന് നോക്കൂലേ ആരാന്ന് നോക്കാൻ അല്ല വേണ്ടി ഫോട്ടോ ഫോണിൽ നോക്കിയിട്ട് കാര്യമില്ല, നേരിട്ട് കാണുന്ന അത്ര നമുക്ക് ഇട്ട് കാണുമ്പോൾ തന്നെയല്ലേ. ഉം, നല്ല കളറിലുള്ള ആളാ. കളറൊക്കെ അത്യാവശ്യമുണ്ട്, കളറിലൊന്നുമല്ലല്ലോ കാര്യം. ഉം. ഈ കണ്ണുണ്ടായിട്ടെന്താ വേണ്ടേ? അല്ല ഫോട്ടോസിലെല്ലാം കാണുമ്പോ കളറ് നിങ്ങള് കൂട്ടിയും ഉം. കുറച്ചെല്ലാം വെക്കൂലേ? നേരിട്ട് ഞാൻ കാണുമ്പോ അതിന്റെ ഒരു സുഖം. ഞാൻ കളറൊന്നുമല്ല നോക്കുന്നത്, ഞാൻ നിങ്ങളെ കണ്ട കളറിലൊന്നുമില്ല. നിങ്ങളൊരു പ്രത്യേകതരം ഷേപ്പില്ല, ആ ഷേപ്പാണ് ഞാൻ നിങ്ങൾ നോക്കിയത്. ഉം. ഉം. അല്ല അപ്പൊ നിങ്ങളെ എനക്ക് നേരിട്ടൊന്ന് കാണണ്ടേ? ഫോട്ടോസിലെ ആ പോലെ. നേരിട്ടാണ് ഞാൻ തുറന്ന് പറയാനെ കൂടെ ഒന്നും വിചാരിക്കണം. എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് കേട്ടോ. എന്ത് താല്പര്യം? അത് എന്ത് താല്പര്യമായിരിക്കും? താല്പര്യം പറയുമ്പോ ചെറിയൊരു ഊഹമുണ്ട് എനക്ക്. ഏ അല്ല ആണുങ്ങളെ താല്പര്യം പറയുമ്പോ ചെറുതായിട്ടൊരു ഊഹിക്കലുണ്ട് എനക്ക്, മനസ്സിലായി. പിന്നെ ഹസ്ബൻഡൊന്നും ഇല്ലാണ്ട് താമസിക്കുന്ന ആളല്ലേ, അപ്പൊ താല്പര്യമൊക്കെ എന്താണെന്ന് മനസ്സിലാവൂലേ? ഉം. ഉം. ആ മനസ്സിലായി. അങ്ങനത്തെ എനിക്ക് താല്പര്യമുണ്ടോ വേറെ മനസ്സിലായ കാര്യങ്ങൾക്ക്? താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാല് ആർക്കെങ്കിലും ഇല്ലാണ്ടിരിക്കൂലല്ലോ. പക്ഷേ ഉം. പെട്ടെന്ന് ഒരാളെ കാണുമ്പോ അല്ല പെട്ടെന്നല്ല, നമുക്ക് സംസാരിച്ചിരിക്കുമ്പോ ഒരു ഇതില്. അല്ല അതാ ഞാൻ പറഞ്ഞ നിങ്ങളെ നേരിട്ട് കണ്ടൊന്ന് ആ ഒരു ഉം. ഒരു ഇതെല്ലാം കണ്ടാല് ആളെ കണ്ടാലും എനിക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ അന്ന് നിങ്ങളെ കല്യാണത്തും പിന്നെ ഞാൻ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കി. പിന്നെ എനിക്ക് നല്ല താല്പര്യമുണ്ട്, ഒന്ന് എടുക്കാനും എല്ലാത്തിനും താല്പര്യമുണ്ട്. നിങ്ങളെ ഭാഗത്തുനിന്നുള്ള ഒരു സമ്മതം കിട്ടിയാൽ മതി, അതിനാണ് ഞാൻ നേരിട്ട് കാണണമെന്ന് പറയുന്നത്. അല്ല താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ ആളെല്ലാം കാണുമോന്നോ എന്തെങ്കിലും വിചാരിച്ചു ഇങ്ങനെ നമ്മള് അല്ല കാണണം എന്ന് പറയുമ്പോ ഇങ്ങനെ നിങ്ങൾ ദിവസവും വിളിച്ചാൽ ഞാൻ വരുമല്ലോ. അപ്പൊ പിന്നെ അല്ല നമുക്ക് താല്പര്യം, നമുക്ക് പിന്നെ അതിനുള്ള സ്ഥലത്ത് വേറെങ്കിലൊക്കെ പോയിക്കൂടെ? എന്റെ വീട്ടിൽ വന്നാലും ആൾക്കാരെല്ലാം ഉണ്ടാവുമെന്നാണ് പേടി. പൈസ ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടാണ് നമുക്ക്. അല്ല പറ. അല്ല നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, അതുകൊണ്ട് അല്ല ഒരു പെണ്ണുങ്ങളിങ്ങനെ പോകുമ്പോ എന്തെങ്കിലും. അല്ല പോകണ്ടല്ലോ ഇപ്പൊ മോന് സ്കൂളിൽ പോയാ നിങ്ങളും ഒറ്റക്ക് ഫ്രീ അല്ലേ വീട്ടില്? ഫ്രീ തന്നെ. പക്ഷെ ഒരാണുങ്ങള് വിളിച്ചിട്ട് ദിവസവും പോവാന്ന് പറയുമ്പോ ഒരു പേടി പോലെ. അല്ല ഞാൻ അങ്ങോട്ട് വീട്ടിൽ വരുന്നതിന് കുഴപ്പമില്ല, എപ്പെങ്കിലും ഒക്കെ. വീട്ടിലടുത്ത് വീടെല്ലാം സ്ഥലാ? അല്ല കുറച്ച് ദൂരെയാണ് വീട്, കുറച്ച് ഉള്ളോട്ടാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടില് ഇടക്ക് വന്നേ. അപ്പൊ അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ എന്തായാലും നാളെ നമുക്ക് കണ്ടിട്ട് നേരിട്ട് സംസാരിക്കാം. അതന്നെയാണ്. ആ. ഞങ്ങളെ എനക്കൊന്ന് കാണുകയും ചെയ്യും.